Good morning to all. Today we discussed about the last chapter from fourth module, that is cooperation and state. So we know the principle of cooperation, that is self-help and mutual help. This is the basic principle of cooperation. In the previous years or beginning of the cooperative structure, the cooperative movement did not envisage any external help or assistance in the working of society. The previous years, or starting of the cooperative movement, we have no additional help or assistance from any other persons or the government. Thus, the movement was the self-supporting and self-reliant for the long time. During that period, the cooperative movement could not be tolerate any external control or direction either from the government or any other agencies. അപ്പോൾ നമുക്കറിയാം കോപ്പറേറ്റീവിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് ആണെന്ന് അറിയാം. നമുക്കറിയാം പ്രീവിയസ്, അതായത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജസിൽ നമുക്ക് അതർ ഏജൻസീസിൻ്റെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയോ ഒന്നും ഹെൽപ്സോ അസിസ്റ്റൻസോ ഒന്നും കോപ്പറേറ്റീവ് സ്ട്രക്ചറിന് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കിട്ടിയിരുന്നില്ല. അത് കഴിഞ്ഞ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സിൻ്റെ വർക്കിൻ്റെ ഫലമായിട്ടാണ് നമ്മൾക്ക് ഒരു അസിസ്റ്റൻസൊക്കെ ഗവൺമെൻറ്റിൽ നിന്നും ഏജൻസീസിൻ്റെ കയ്യിൽ നിന്നൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് കോപ്പറേഷനെ കുറിച്ച് പറയുന്നത്. The cooperative movement in England was ushered by the voluntary effort of the people. It was the largest working class of movement. നമുക്കറിയാം, നമ്മുടെ മെയിൻ ഫസ്റ്റ് തന്നെ നമ്മുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇംഗ്ലണ്ടിലാണ്. നമ്മൾ പ്രീവിയസ്, അതായത് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് കോപ്പറേറ്റീവ് സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ എങ്ങനെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഒരു വർക്കിംഗ് കണ്ടീഷൻസിലേക്ക് എത്തിയെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മോഡ്യൂൾ 1 ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഈ 11th ചാപ്റ്ററിൽ മെയിൻലി ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നത്. അതായത് എങ്ങനെയാണ്, ഏത് സ്റ്റേജിൽ നിന്നാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തത്, എവിടെയാണ് ആദ്യം ഫോം ചെയ്തത്, എന്തൊക്കെ ഹെൽപ്സാണ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ നമ്മൾക്ക്, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കിട്ടിയിരിക്കുന്നത്, അതേപോലെ അവിടുത്തെ മെമ്പേഴ്സിനുള്ള ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ പാർട്ട്ണർഷിപ്പ് കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വി മൂവ് ഓൺ ദ ടോപ്പിക്, ദറ്റ് ഈസ് ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ്. ദാറ്റ് മീൻസ് നമുക്ക് സ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന അസിസ്റ്റൻസ്, നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന അസിസ്റ്റൻസ്, അതേപോലെ തന്നെ സ്റ്റേറ്റ് കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് നമ്മുടെ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡിൽ പറയുന്നത്. സോ സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് ഹാസ് ബീൻ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ദ ഫോളോയിങ് ആർ ദ മെയിൻ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ്സ് മെയിൻലി പ്രാക്ടീസിങ് ഇൻ ഇന്ത്യ. സോ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് നമുക്ക് പറയാം നമ്മുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡിൽ വരുന്നത്. ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് മെയിൻലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 5 ടൈപ്സിലാണ്: ലെജിസ്ലേറ്റീവ് എയ്ഡ്, അഡ്മിനിസ്ട്രേറ്റീവ് എയ്ഡ്, ഫിനാൻഷ്യൽ എയ്ഡ്, മോറൽ സപ്പോർട്ട് ആൻഡ് സ്റ്റേറ്റ് പാർട്ണർഷിപ്പ്. ദീസ് ആർ ദ മെയിൻ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ്. നമുക്ക് എക്സാമിന് കോമൺലി കാണാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ്. സോ അതിൻ്റേതായ ഇമ്പോർട്ടൻസിൽ നിങ്ങൾ വീഡിയോ കാണാം കേട്ടോ. സോ ഫസ്റ്റ് വൺ ഈസ് ലെജിസ്ലേറ്റീവ് എയ്ഡ്. ലെജിസ്ലേറ്റീവ് എയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓർ legal formalities under the cooperative society. So legislative aid means എന്താണ്? It's a legal protection to the cooperative society. The legislative aid mainly provide the legal protection to the cooperative society. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് മെയിൻലി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ് ലെജിസ്ലേറ്റീവ് എയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രൊവൈഡ് ദ ലീഗൽ പ്രൊട്ടക്ഷൻ ടു ദ കോപ്പറേറ്റീവ് സൊസൈറ്റി. So it also regulate the registration, management, audit and arbitration etc. of the cooperative society. So the legislative aid mainly concentrated on the topics of registration, management, audit and arbitration etc. The act also confers the numerous privileges on them to promote and streamline their working. So this act or aid, the legislative act also confers the numerous privileges to the cooperative society for working to promote the working of the cooperative society. So this act mainly provide many privileges to the cooperative society to promote their working.
For the smooth and efficient functioning of the agriculture development banks of state, the special act has been passed in the state. So നമ്മുടെ മെയിൻ സ്മൂത്ത് ആൻഡ് എഫിഷ്യൻറ്റ് കണ്ടക്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് സ്റ്റേറ്റിൻ്റെ സ്പെഷ്യൽ ആക്ട് പ്രകാരമാണ് നമ്മൾ ഈ ലെജിസ്ലേറ്റീവ് എയ്ഡ് ഫോം ചെയ്തിരിക്കുന്നത്. സോ ലെജിസ്ലേറ്റീവ് എയ്ഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മെയിൻലി തിങ്ക് ചെയ്യേണ്ടത് ഇത്രയാണ്. അതായത് മസ്റ്റായിട്ട് എഴുതേണ്ട കാര്യമാണ്. ദ കോപ്പറേറ്റീവ് ആക്ട് മെയിൻലി പ്രൊവൈഡ് ദ ലീഗൽ പ്രൊട്ടക്ഷൻ ഫോർ ദ കോപ്പറേറ്റീവ് സൊസൈറ്റി and it include the registration, management, audit and arbitration of the cooperative society, and it also provide some privileges and promote the working of the cooperative society. These are the main point. The second one is administrative aid. The administrative aid means each state government has set up the cooperative department headed by the registrar of the cooperative society. The expenditure for this department met by the allotment of the state budget. The registrar is considered to be friend, psychologist or guide of the cooperative movement. He helps to organize the cooperative society and register them. He also guide them to carry on their affairs. He conduct the audit of the account of the society. He also the responsible for the proper conduct of the society. സോ അഡ്മിനിസ്ട്രേറ്റീവ് എയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റീവ് എയ്ഡിൽ വരുന്നത്. നമ്മൾ പറഞ്ഞു, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യമാണ് ദ രജിസ്ട്രാർ ഈസ് ദ ഹെഡ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? രജിസ്ട്രാറാണ്. സോ അതുകൊണ്ട് തന്നെ എന്തൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിനെ സംബന്ധിച്ച് എന്തൊരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിലും അണ്ടർ ദ കൺട്രോൾ ഓഫ് അല്ലെങ്കിൽ അണ്ടർ ദ സാങ്ഷൻ ഓഫ് രജിസ്ട്രാറാണ് പോസിബിൾ ആവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പെൻഡിച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറൊക്കെ നമ്മുടെ സ്റ്റേറ്റ് ബഡ്ജറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്. സോ നമുക്ക് രജിസ്ട്രാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രണ്ടായിട്ടോ ഫിലോസഫറായിട്ടോ ഗൈഡായിട്ടോ എല്ലാം നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. സോ എന്തുകൊണ്ടാണ് ഈ ആളാണ് രജിസ്ട്രാറാണ് ആ കോപ്പറേറ്റീവ് സൊസൈറ്റി കറക്റ്റ് വേയിൽ കൂടി മൂവ് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ അത് ഓർഗനൈസ് ചെയ്യുന്ന പേഴ്സൺ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ആൾക്ക് ഏതൊരു കാര്യത്തിലും ഗൈഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതേപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യാം. അതേപോലെ എന്തൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി നടക്കുന്ന എന്തൊരു ഫങ്ഷൻ ആണെന്നുണ്ടെങ്കിലും അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്? രജിസ്ട്രാറാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഹി ഹാസ് എ സൂപ്പീരിയർ പവർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. സോ അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്സ് ആണ് ഇതിൻ്റെ അകത്ത് മെയിൻലി കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ് എന്ന് പറയുന്നത് ആരായിരിക്കും? രജിസ്ട്രാർ ആയിരിക്കും. സോ രജിസ്ട്രാറിൻ്റെ പെർമിഷൻ ആൻഡ് സാങ്ഷനോട് കൂടി മാത്രമേ നമുക്ക് എന്തൊരു വർക്ക്സും കാര്യങ്ങളും ഡൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ദിസ് ആർ ടെൽ ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് എയ്ഡ്. Next we discussed about the third aid, that is financial aid. The state provides financial assistance to the cooperative movement in a various way as described below. അതായത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റേറ്റ് ഒരുപാട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നമ്മുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. സോ ഫിനാൻഷ്യൽ എയ്ഡിൽ മെയിൻലി ഫോക്കസ്ഡ് ഓൺ ദ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി അണ്ടർ ദ കൺട്രോൾ ഓഫ് സ്റ്റേറ്റ്. അതാണ് ഫിനാൻഷ്യൽ എയ്ഡിൽ പറയുന്നത്. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ദ ഗവൺമെൻറ് പ്രൊവൈഡ് ലോൺസ് ആൻഡ് സബ്സിഡീസ് ടു ദ വേരിയസ് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ദ സ്പെസിഫിക് പർപ്പസ് സച്ച് ആസ് കൺസ്ട്രക്ഷൻ ഓഫ് ഗോഡൗൺ ആൻഡ് ബിൽഡിംഗ്, പർച്ചേസസ് ഓഫ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്, furniture and fittings and establishment of industrial plants and machinery. In certain cases, the working capital loans are provided to the cooperative institutions. So, first point il parayunnathu ഗവൺമെൻറ് വേരിയസ് ലോൺസും സബ്സിഡീസും ഒക്കെ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാൻ, വെഹിക്കിൾസ് പർച്ചേസ് ചെയ്യാൻ, ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, അതേപോലെ തന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരുപാട് അസിസ്റ്റൻസ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഗവൺമെൻറ് നമ്മുടെ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? നമ്മുടെ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാൻ, വെഹിക്കിൾസ് പർച്ചേസ് ചെയ്യാൻ, ഫർണിച്ചർ പർച്ചേസ് ചെയ്യാൻ, അതേപോലെ തന്നെ എന്തെങ്കിലും പ്ലാന്റ്സ് ആൻഡ് മെഷീനറീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ സെക്കൻഡ് കാറ്റഗറി ഈസ് NABARD provide financial accommodation to the cooperative society for the seasonal agriculture
operation and making of agriculture commodities of the members at concessional rate. നബാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം നമുക്ക് നാഷണൽ അഗ്രികൾച്ചർ ബോർഡാണ്. സോ ദാറ്റ് മീൻസ് എന്താണ്, നമ്മുടെ അഗ്രികൾച്ചറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്കറിയാം കോപ്പറേറ്റീവ് സൊസൈറ്റി മെയിൻലി ഫോം ചെയ്തിരിക്കുന്നത് റൂറൽ ഏരിയാസിലാണെന്നറിയാം. സോ റൂറൽ ഏരിയാസിൻ്റെ മെമ്പേഴ്സ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിൻ്റെ മെയിൻ ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രികൾച്ചറാണ്. അതായത് ഫാമേഴ്സ് ആയിരിക്കും അവരുടെ മേജർ ഓഫ് ദ മെമ്പേഴ്സും പറയുന്നത് ഫാമേഴ്സ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ നബാർഡ് ഒരുപാട് ഫിനാൻഷ്യൽ അക്കോമഡേഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് സീസണൽ അഗ്രികൾച്ചർ ഓപ്പറേഷൻസ്, അതേപോലെ തന്നെ അഗ്രികൾച്ചർ വർക്കിന് വേണ്ടിയിട്ട് ഒരുപാട് കൺസെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് അവരുടെ റേറ്റിലും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഇളവുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് സബ്സിഡീസ്, കൺസെഷൻസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് സെക്കൻഡ് വൺ പറഞ്ഞത്. നബാർഡ് പ്രൊവൈഡ് ദ ഫിനാൻഷ്യൽ അക്കോമഡേഷൻ ടു ദ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സിന് നബാർഡ് ഒരുപാട് ഫിനാൻഷ്യൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നബാർഡ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ എന്താണ്, റൂറൽ ഏരിയാസിൻ്റെ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നബാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. The third point is, in the case of Agriculture Development Bank, the government guarantee a debenture floating by any of floated by them for the repayment of principal as well as the interest thereon. There are several other schemes under which the state government guarantee for the loans obtained by the cooperative society. The main purpose of the guarantee is to ensure the lending institutions of the repayment and have watchful eye on its institution for a proper working. That means നമ്മുടെ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ബാങ്ക് അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഒരുപാട് സ്കീംസ്, റീപേയ്മെൻറ്റ് സ്കീംസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഗ്രികൾച്ചറാണ് അവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് മണീസ് ലെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻസും ഗവൺമെൻറ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവഴി നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രോപ്പർ വർക്കിംഗ് കണ്ടക്ട് ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂഷൻ മീൻസ് എന്താണ്, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രോപ്പർ വർക്കിംഗ് കണ്ടക്ട് ചെയ്യാനും അല്ലെങ്കിൽ സ്മൂത്ത്ലി റൺ ചെയ്തു പോകാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് ഈസ് ദ ഗവൺമെൻറ് യൂഷ്വലി സാങ്ഷൻസ് managerial assistance to the various type of cooperatives on sliding scale in the initial stages of their working so that the society will able to stand on their own legs. അതായത് ഒരുപാട് മാനേജറിയൽ അസിസ്റ്റൻസും ഗവൺമെൻറ് സാങ്ഷൻസ് ചെയ്യുന്നുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരുപാട് മാനേജറിയൽ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അവരുടെ ഓൺ ലെഗ്സിൽ സ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഇതുവഴി കിട്ടുന്നുണ്ട്. അതായത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കരുത്ത് നമ്മുടെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരുപാട് ബെനിഫിറ്റ്സ് അതേപോലെ തന്നെ ഒരുപാട് സ്കീംസ് കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് സാങ്ഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ദേ സ്റ്റാൻഡ് ഓൺ ദെയർ ഓൺ ലെഗ്സ്, അവരുടെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പറ്റുന്നുണ്ട്. The next point is the government of India, NABARD and the state government have created various funds for the benefit of the cooperative movement. That means ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും നബാർഡും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരുപാട് ഫണ്ട് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു നിശ്ചിത എമൗണ്ട് എപ്പോഴും കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് അതേപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ് അതേപോലെ തന്നെ നബാർഡ് ഒരുപാട് ഫണ്ട്സ് ഇതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. The next point is the government has also take the responsibility for financing the training program for the cooperative person at higher, the intermediate and junior level as well as the member education program. ഇതത് പറയുന്നത് the government has to take responsible for financing the training program. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഫിനാൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യാനായിട്ട് എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നല്ലൊരു ഫിനാൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീനെ ഒരു ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെ എല്ലാവിധ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുത്തുകൊണ്ട് നല്ല ട്രെയിനിങ് പ്രോഗ്രാംസ് നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമ്മൾക്ക് മീൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാസ് ബീൻ എക്സെപ്റ്റഡ് ഫ്രം the payment of income tax
സൂപ്പർ ടാക്സ്, രജിസ്ട്രേഷൻ ഫീ ആൻഡ് സ്റ്റാമ്പ് ഡ്യൂട്ടി. ദാറ്റ് മീൻസ് എന്താണ്, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നു കുറച്ച് എക്സംഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്, എക്സംഷൻസ് കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ അതാണ് പറയുന്നത്. അതായത് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അണ്ടറിലുള്ള മെമ്പേഴ്സിന് കിട്ടുന്ന സ്പെഷ്യൽ പ്രിവിലേജസ് ആണ്. കമ്പയർ ടു അതർ പേഴ്സൺ നമുക്ക് ആ പ്രിവിലേജസ് കിട്ടില്ല. സോ ഇതിൻ്റെ അകത്ത് പറയുന്നത് അതാണ്, നമുക്ക് ടാക്സ് പേയ്മെൻറ്റ്, സൂപ്പർ ടാക്സ്, രജിസ്ട്രേഷൻ ഫീ, ഇതിൽ നിന്നെല്ലാം ഗവൺമെൻറ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഫുള്ളി എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടെല്ലാം ഈ പ്രിവിലേജസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ എയ്ഡിൽ വരുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ എയ്ഡ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ ദ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ടു ദി ഗവൺമെൻറ്, നബാർഡ്, അഗ്രികൾച്ചർ ബാങ്ക്സ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇതാണ് മെയിൻലി ഫിനാൻഷ്യൽ എയ്ഡിൽ പറയുന്നത്. ആൻഡ് വി മൂവ് ഓൺ ദ ഫോർത്ത് പോയിന്റ്, ദാറ്റ് ഈസ് മോറൽ സപ്പോർട്ട്. ദ മോറൽ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന മോറൽ സപ്പോർട്ട്, അതായത് ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് എല്ലാം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന മോറൽ സപ്പോർട്ട്സാണ് നമ്മുടെ മോറൽ സപ്പോർട്ട് എന്നുള്ള ഹെഡിൽ മെയിൻലി ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാവ് റെക്കഗ്നൈസ്ഡ് ദ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആസ് എ suitable agency for the activities like supply, procurement and distribution of essential consumer goods. The state government and central government appoint an expert committee from the time to time review the progress of the movement and offer suggestion for the further improvements. They have recognized the cooperative movement as a potential instrument of democratic planning. ദാറ്റ് മീൻസ് മോറൽ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും എല്ലാവിധ സപ്പോർട്ട്സും ആർക്ക് കിട്ടുന്നുണ്ട്, കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ, അതായത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് ഓർഗനൈസേഷന് കിട്ടുന്നുണ്ട്. സോ ഈ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ വഴി നമ്മൾക്ക് സപ്ലൈ ചെയ്യാനും അതേപോലെ തന്നെ കൺസ്യൂമർ ഗുഡ്സ് പ്രൊക്യൂർ ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനെല്ലാം ഈ മോറൽ സപ്പോർട്ട് വഴി കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു എക്സ്പേർട്ട് കമ്മിറ്റീനെ, മോറൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു എക്സ്പേർട്ട് കമ്മിറ്റീനെ ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ടു ടേക്ക് ദ ടൈം റിവ്യൂ ഓഫ് ദ പ്രോഗ്രഷൻ ഓഫ് ദ മൂവ്മെൻറ്റ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മൂവ്മെൻറ്റിനെ കുറിച്ച് അറിയാനായിട്ട്, അല്ലെങ്കിൽ അതേക്കുറിച്ച് ഒരു എക്സ്പേർട്ട് റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ചേർന്നുകൊണ്ട് ഒരു എക്സ്പേർട്ട് കമ്മിറ്റീനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട് ഫോർ ദ പർപ്പസ് ഓഫ് ടു റിവ്യൂ ദ പ്രോഗ്രഷൻ ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി. സോ ഇതാണ് മോറൽ സപ്പോർട്ടിൽ പറയുന്നത്. ദ നെക്സ്റ്റ് വി മൂവ് ഓൺ ദ ലാസ്റ്റ് പോയിന്റ്, ദാറ്റ് ഈസ് സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ്. സോ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് കാര്യങ്ങളാണ് നമ്മൾ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് എന്നുള്ളൊരു ഹെഡിൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. ദ ഗവൺമെൻറ് ഈസ് നോ ലോങ്ങർ ആസ് എ പാസീവ് സ്പെക്ടർ ഇൻ ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, merely giving the state aid and guidance. It has become the active partner in the cooperative society by subscribing shares and thereby undertaking equal risk and responsibility. This will enable the society to compete with the strong and opposing the private agencies. The participation of the state in the share capital of the cooperative institutions create confidence in the members of the cooperative institutions. So the state participation will also help the society to enhance their borrowing power, to also provide the ample working capital from their working. സോ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പിൽ പറയുന്നതാണ്, സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് വഴി നമ്മൾക്ക് പവേഴ്സ്, ബോറോയിങ് പവർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബോറോയിങ് പവർ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ആമ്പിളായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽസ് പ്രൊവൈഡ് ചെയ്യാനും നമ്മുടെ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് വഴി പറ്റുന്നുണ്ട്. സോ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ്, എങ്ങനെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നല്ല രീതിയിൽ റൺ ചെയ്ത് പോകാമെന്നുള്ളൊരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാണ് സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പിൽ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ പറയുന്നത് ഇറ്റ് ബിക്കം ദ ആക്റ്റീവ് പാർട്ട്ണർ ഇൻ ദ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പിൽ പറഞ്ഞത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു ആക്റ്റീവ് പാർട്ട്ണറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ലൈക്ക് സബ്സ്ക്രൈബിങ് ഷെയർസ്, അതായത് അവരുടെ ഷെയർസ് പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ അവരെ ഒരു ആക്റ്റീവ് പാർട്ട്ണറാക്കിയിട്ട് മാറ്റാനായിട്ടാണ് സ്റ്റേറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാവിധ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബോറോയിങ് പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവിധ ഹെൽപ്സും
അതേപോലെ തന്നെ വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആമ്പിളായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സും സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് എൻഷുർ ചെയ്യുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ ഫോർത്ത് മോഡ്യൂളിൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്ന ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് പറയുന്നത്. അപ്പോൾ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡിൽ മെയിൻലി 5 ടൈപ്സ് ആണ് വന്നിരുന്നത്. ലെജിസ്ലേറ്റീവ് എയ്ഡ്, അഡ്മിനിസ്ട്രേറ്റീവ് എയ്ഡ്, ഫിനാൻഷ്യൽ എയ്ഡ്, മോറൽ സപ്പോർട്ട് ആൻഡ് സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ്. സോ ദിസ് ആർ ദ മെയിൻ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ്. സോ ഇന്നത്തെ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ്. ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡിൽ 5 കാറ്റഗറീസ് ആണ് വരുന്നതെന്ന് പറഞ്ഞു. ആ 5 കാറ്റഗറീസും ദാറ്റ് മീൻസ് ലെജിസ്ലേറ്റീവ്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ എയ്ഡ്, മോറൽ സപ്പോർട്ട് ആൻഡ് സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ്, ഈ 5 പോയിൻറ്റ്സും എക്സ്പ്ലെയിൻ ചെയ്ത് നോട്ട് വയ്ക്കുക കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.